ഇന്ന് ഞാനൊരു കഥ പറയാം. അതായത് 1997 ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് ഒരു കാസിയോ F91W വാച്ച് കിട്ടണത്. എൻ്റെ കൈ ഒടിഞ്ഞിട്ട് അത് പ്ലാസ്റ്റർ ഇട്ട് അതിനുശേഷം പ്ലാസ്റ്റർ അഴിച്ച് ബാൻഡേജ് ഇട്ടിട്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആ ബാൻഡേജിന് മുകളിലാണ് ഞാൻ ഈ ഒരു F91W വാച്ച് കിട്ടിയിരുന്നത്. ഇതല്ല ട്ടാ അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം അന്ന് ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ഏറ്റവും ഒരു കോമൺ വാച്ചായിരുന്നു. മിക്കവർക്കും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു വാച്ചാണത്. എനിക്കും ഗൾഫിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഇത് നമ്മുടെ അടുത്ത് ഇത്രയും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും എന്നുള്ളത്. അതിനുശേഷം ഒരു 6 വർഷത്തിന് ശേഷം ഞാൻ +2 ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അപ്പോഴത്തേനും ഈ വാച്ച് ഉപയോഗിച്ച് ആകെ പോറൽ വീണ് നാശമായി ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്കിത് ഇതുപോലത്തെ ഒരു വേറൊരു വാച്ച് വേണമെന്നുള്ളൊരു തോന്നലുണ്ടായത്. പക്ഷേ നമ്മുടെ നാട്ടിലന്ന് ഈ വാച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ കിട്ടാനൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ല. അപ്പോൾ വേറെ കറണ്ടായിട്ട് ബന്ധപ്പെട്ട ഒരു ഉപകരണങ്ങളും ഇല്ല, പാട്ട് കേൾക്കാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് എനിക്കൊരു ബാറ്ററി ഇടുന്ന ഫിലിപ്സിൻ്റെ റേഡിയോ മേടിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടായത്. അങ്ങനെ ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്ന് ഫിലിപ്സിൻ്റെ ഒരു റേഡിയോ ഒരു 400 രൂപയ്ക്ക് ഞാൻ കണ്ടുവച്ചു. അപ്പോൾ അന്ന് അങ്ങനെ കുറച്ച് പേരൊക്കെ തന്ന കാശൊക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ തരുമല്ലോ നമുക്ക് കുറച്ച് പൈസയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ. അതൊക്കെ കൂട്ടി വെച്ച് എൻ്റെ ഒരു 400 രൂപയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ട് ഞാൻ മൂന്നുപീടികയിൽ ഒരു കടയിൽ, ഞങ്ങളുടെ നാട്ടിലുള്ള സ്ഥലമാണ് മൂന്നുപീടിക, അവിടെ ഒരു കടയിൽ ഞാൻ ഇത് മേടിക്കാൻ ചെന്നു. ഈ റേഡിയോ മേടിക്കാൻ ചെന്നപ്പോഴുണ്ട് അവിടെ ഈ ഒരു കാസിയോ F91W വാച്ചിരിക്കുന്നു. എനിക്ക് ഭയങ്കര അതിശയമായി, ഇതെങ്ങനെ ഇവിടെ വന്നു? അപ്പോൾ പുള്ളി അത് വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. കാരണം വാച്ച് മേടിക്കണോ അതോ ഇത്ര നാൾ ആഗ്രഹിച്ചു വന്ന റേഡിയോ മേടിക്കണോ എന്നുള്ളത്. പക്ഷേ ഈ വാച്ചിനോടുള്ള ഇഷ്ടം ജയിച്ചു. നമ്മളങ്ങനെ റേഡിയോനെ ഒഴിവാക്കിയിട്ട് വാച്ച് മേടിച്ചു. ഈ വാച്ച് മേടിച്ച് വീട്ടിൽ ചെന്ന് രണ്ടാമത്തെ ദിവസം ഇതിൻ്റെ സ്വിച്ച് വർക്ക് ചെയ്യണ്ടായി. പിറ്റേ ദിവസം ഇതിൻ്റെ ആ ഒരു ഗ്ലാസ് താഴ്ന്നുള്ളിലേക്ക് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം ഫേക്ക്, അത് ഒറിജിനൽ വാച്ചല്ല. കാരണം എൻ്റെ ഒറിജിനൽ വാച്ചിന് ഇത്ര കാലം ഇത് സംഭവിച്ചിട്ടില്ല. അത് തന്നെയല്ല നമ്മുടെ പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്കുള്ള സംഭവങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സാധനം ഞാൻ പറ്റിക്കപ്പെട്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ വീണ്ടും ആ കടയിൽ ചെന്നു അയാളോട് പറഞ്ഞു. പക്ഷേ അന്ന് ഒരു സൈക്കിൾ ഉന്തി ചെല്ലുന്ന ഒരു +2കാരനെ ആരും വില വെക്കില്ല. അയാൾ എന്നെ ചീത്ത പറഞ്ഞയച്ചു. അതൊന്നും മാറ്റി തരാൻ പറ്റില്ല, നമ്മുടെ സാധനം ഇത് തിരിച്ചെടുക്കില്ല, നീ അത് കൊണ്ടുപോയി കേടാക്കിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് അയാൾ വിശ്വസിച്ചില്ല. അപ്പോൾ ഞാനിത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഫേക്ക് വാച്ചുകൾ വിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് കടകളുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഫേക്ക് വിൽക്കരുത്. ഒരാൾ 1 രൂപ കൊടുത്തിട്ടാണ് ഈ സാധനം മേടിക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് ഇതിനുള്ളൊരു റെസ്പെക്റ്റ് നിങ്ങൾ കൊടുക്കണം. ഒരിക്കലും ഫേക്ക് ആയിട്ടുള്ളൊരു സാധനം കൊടുക്കരുത്. പിന്നെ അറിഞ്ഞുകൊണ്ട് ഫേക്ക് വാങ്ങിക്കുന്നവരോട് ഒന്നും പറയാനില്ല. പക്ഷെ അറിയാത്ത ഒരാളെ പറ്റിച്ച് ഒരു ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വിൽക്കരുത്.